ഹായ് ഓൾ, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് LD ടൈപ്പിസ്റ്റ് എക്സാമിനൊക്കെ വേണ്ട പോർഷൻസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിനകത്തെ ഹോം ടാബിനകത്തെ പാരഗ്രാഫ് ഗ്രൂപ്പ്, ഡ്രോയിങ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഫോണ്ട് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻസ് മൊത്തം, അതായത് ഹോം ടാബിൻ്റെ ക്വസ്റ്റ്യൻസ് മൊത്തമാണ് നമ്മൾ നോക്കണേ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് തന്നെയാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പാരഗ്രാഫ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. പാരഗ്രാഫ് ഗ്രൂപ്പ് എവിടെയാണുള്ളത്? പറഞ്ഞേ, ഓർത്ത് നോക്കിയേ, എവിടെയാണ് ഉണ്ടാവുക പാരഗ്രാഫ് ഗ്രൂപ്പ്? ഹോം ടാബിലാണ് അല്ലേ? എവിടെയാണ്? ഹോം ടാബിലാണ് പാരഗ്രാഫ് ഗ്രൂപ്പിലുള്ളത്. ഓക്കെ, ഹോം ടാബിലാണ് പാരഗ്രാഫ് ഗ്രൂപ്പ് ഉള്ളത്. ഇനി കമ്പയർ ചെയ്ത് നോക്കിയേ, വേർഡിൽ എവിടെയാണ് പാരഗ്രാഫ് ഗ്രൂപ്പ്? ഹോമിലാണ് അല്ലേ? പവർ പോയിന്റിൽ എവിടെയാണ്? അവിടെയും ഹോമിലാണ്. അപ്പോൾ കമ്പയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക, ഹോം ടാബിനകത്താണ് പാരഗ്രാഫ് ഗ്രൂപ്പ് ഉള്ളത്. ആൻഡ് ഇവിടെ ഈ പാരഗ്രാഫ് ഗ്രൂപ്പിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഏതൊക്കെയാണ്? നമുക്ക് ബുള്ളറ്റ് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ബുള്ളറ്റ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്പേർഡ് ലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെന്താണ്? ഇൻഡെൻ്റ് ഉണ്ട്, ലൈൻ സ്പേസിംഗ് ഉണ്ട്, പിന്നെന്താണ്? നമ്മുടെ അലൈൻമെൻറ്റ്സ് 4 പേരുണ്ട്, പിന്നെന്താണ്? കോളംസ് ഉണ്ട്, ടെക്സ്റ്റ് ഡയറക്ഷൻ, അലൈൻ ടെക്സ്റ്റ്, കൺവേർട്ട് ടു സ്മാർട്ട് ആർട്ട്. ഇത്രയും കണ്ടന്റുകളാണ്, അല്ലെങ്കിൽ ഇത്രയും ബട്ടനാണ് പാരഗ്രാഫ് എന്ന് പറയുന്ന എവിടെയുള്ളത്? ഗ്രൂപ്പിനുള്ളത്. അപ്പോൾ ഏത് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്? പവർ പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ പവർ പോയിന്റിനകത്ത് ഹോം ടാബിലാണ് പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉള്ളത്. ആൻഡ് ആ ഗ്രൂപ്പിൽ വരുന്ന കണ്ടന്റുകളാണ് ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തേ. സോ നമുക്ക് ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? അലൈൻമെന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതായത് എവിടെ കിടക്കണേ? ഈ 4 എണ്ണം. ഓക്കെ, ഈ 4 എണ്ണമാണ്. ഇനി നോക്കുക, എത്ര അലൈൻമെന്റ്സ് ഉണ്ട് പവർ പോയിന്റിൽ? എത്ര പാരഗ്രാഫ് അലൈൻമെന്റ്സ് ഉണ്ട്? 4 അലൈൻമെന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ. ഇതിൻ്റെ എല്ലാം ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് അല്ലേ? ലെഫ്റ്റിൻ്റെ ഷോർട്ട് കട്ട് Ctrl+L ആണ്, റൈറ്റിൻ്റേത് Ctrl+R ആണ്, സെൻറ്റർ ഫോർ Ctrl+E ആണ്, ജസ്റ്റിഫൈ Ctrl+J. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ വേർഡിലെ പാരഗ്രാഫിൽ എന്താണോ പഠിച്ചത് അതേപോലെ തന്നെ 4 അലൈൻമെൻ്റ് ആണ് പവർ പോയിന്റിലുള്ളത്. ഹോം ടാബിലാണ് പാരഗ്രാഫ് ഗ്രൂപ്പ് ഉള്ളത്. അവിടെയാണ് അലൈൻമെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുക. 4 അലൈൻമെൻറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. ഇനി ഇവിടെ അറിയാലോ, ക്വസ്റ്റ്യൻസ് എല്ലാം അറിയാലോ. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് അലൈൻ ചെയ്ത് നിൽക്കും, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് മാർജിനിലേക്ക് അലൈൻ ചെയ്ത് നിൽക്കും, സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ സെറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ജസ്റ്റിഫൈ ആണെങ്കിലോ, അവിടെ നിന്നാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. ജസ്റ്റിഫൈ ആണെങ്കിൽ എന്താണ്? ക്ലീൻ ലുക്ക് തരുന്നത് ഏതാണെന്നൊരു ചോദ്യം കാണും അല്ലേ? ഒരു ക്ലീൻ ലുക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റിന് അല്ലെങ്കിൽ നമ്മളുടെ പവർ പോയിന്റ് സ്ലൈഡിന് ഒരു ക്ലീൻ ലുക്ക് തരുന്ന അത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അലൈൻമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജസ്റ്റിഫൈ ആണ്. കാരണം ജസ്റ്റിഫൈ എന്താ ചെയ്യണേ? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ സ്പേസ് ഒക്കെ കറക്റ്റ് ചെയ്ത് ഈക്വൽ സ്പേസസ് ഒക്കെ കൊടുത്ത് കറക്റ്റ് ചെയ്തിട്ടാണ് ലെഫ്റ്റും റൈറ്റും ഒരേ ഓർഡറിലാക്കി തരുന്നത്. അപ്പോൾ ക്ലീൻ ലുക്ക് തരുന്ന അലൈൻമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജസ്റ്റിഫൈ ആണ്. ഇനി ഇവിടെ സ്പെഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടൈറ്റിൽ സ്ലൈഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അലൈൻമെൻറ്റ് എന്താണെന്ന് അറിയണം. എന്താ? ടൈറ്റിൽ സ്ലൈഡും സബ് ടൈറ്റിൽ സ്ലൈഡൊക്കെ കണ്ടതാണ്. അപ്പോൾ ടൈറ്റിൽ സ്ലൈഡിൻ്റെ എപ്പോഴും പഠിച്ചു വയ്ക്കുക. ടൈറ്റിൽ സ്ലൈഡിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സെൻറ്റർ ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. മേ ബി ക്വസ്റ്റ്യൻസ് അങ്ങനെ ആവാം. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സിനകത്താണ് എഴുതുന്നത്. ഡയറക്റ്റ് ആ ഒരു സ്ലൈഡിലല്ല എഴുതുന്നത്. ആ സ്ലൈഡിൽ ഓരോ പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഓരോ ലേ ഔട്ട് ഉണ്ടാവും. ആ ലേ ഔട്ടിന് ഓരോ പേരുണ്ട്. ഫസ്റ്റ് സ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ സ്ലൈഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ലേ ഔട്ടിനെ നമ്മൾ ടൈറ്റിൽ സ്ലൈഡ് എന്നാണ് പറയുക. പിന്നെ എന്താണ്? ടൈറ്റിൽ പ്ലസ് കണ്ടന്റ് എന്നുള്ള സ്ലൈഡാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പാരഗ്രാഫ് അലൈൻമെൻറ്റ് വെച്ച് കണക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ എന്താണ്? ടൈറ്റിൽ സ്ലൈഡിൻ്റെ അലൈൻമെൻറ്റ് എന്താണെന്ന് ചോദിക്കാം. ടൈറ്റിൽ സ്ലൈഡിൻ്റെ അലൈൻമെൻറ്റ് എപ്പോഴും എന്താണ്? സെൻറ്റർ ആയിരിക്കും. അപ്പോൾ 4 അലൈൻമെൻറ്റ്സ് ആണുള്ളത്. ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. ക്ലീൻ ലുക്ക് തരുന്നത് ഏതാ? ക്ലീൻ ലുക്ക് തരുന്നത് ജസ്റ്റിഫൈ ആണ്. പിന്നെ എന്താ ഓർത്തിരിക്കേണ്ടേ? ടൈറ്റിൽ സ്ലൈഡിൻ്റേതെന്ന് പറയുന്നത് ഏതാണ്? ടൈറ്റിൽ സ്ലൈഡിന് എപ്പോഴും എന്തായിരിക്കും? സെൻറ്റർ ആയിരിക്കും അലൈൻമെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ പാരഗ്രാഫ് ഗ്രൂപ്പിൻ്റെ അകത്തെ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന കണ്ടൻ്റാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ് ഇൻറ്റൻറ്റ്.
ഓൾറെഡി നമ്മൾ ഇൻഡന്റ് എന്ന് പറയുന്ന ടേം എന്താണെന്ന് പറഞ്ഞു. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ മാർജിൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ് എന്നാണ് അല്ലേ. മാർജിനും പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിങ്ങും തമ്മിലുള്ള ആ ഒരു ചെറിയ സ്പേസ് ആണല്ലോ, ആ ഒരു ചെറിയ ഗ്യാപ്പ് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് നമുക്കറിയാം, നമ്മളിവിടെ ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സിനകത്താണ് എഴുതുന്നത്. സോ ഇതാണ് ആ ഒരു ഏരിയ, ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡറിന്റെ ഏരിയ എന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ തൊട്ട് നമ്മളുടെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഈ ഒരു സ്പേസ് സെയിം ഡെഫിനിഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എന്താണ്? ദ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ മാർജിൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ് അല്ലേ. പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിങ് സൈഡും അതുപോലെ തന്നെ എന്താണ് മാർജിനും ഇടയിലുള്ള ആ ഗ്യാപ്പിനെയാണെങ്കിൽ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഡന്റേഷൻ എന്ന് പറയാ. പവർ പോയിന്റിനകത്തും ഏതൊക്കെ ഇൻഡന്റ് തന്നെയാണ് ഉള്ളത്? നമ്മൾ വേർഡിനകത്ത് എത്ര ഇൻഡന്റ് ഉണ്ടെന്ന് പഠിച്ചോ അതേ ഇൻഡന്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. എത്ര ഇൻഡന്റ് ഉണ്ട്? 4 ഇൻഡന്റ് ഉണ്ട്. ഇനി ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, ഫസ്റ്റ് ലൈൻ, ഹാങ്ങിങ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് അറിയാലോ. ഫസ്റ്റ് ലൈനിനെ മാത്രം കൺട്രോൾ ചെയ്യുന്ന ഇൻഡന്റ് ആണ് എന്ത്? ഫസ്റ്റ് ലൈൻ. ഓക്കെ, ഫസ്റ്റ് ഒരു പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈനിനെ മാത്രം കൺട്രോൾ ചെയ്യുന്ന ഇൻഡന്റ് ആണ് ആര്? ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്. ഹാങ്ങിങ് ആണെങ്കിലോ ഫസ്റ്റ് ലൈനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫിന്റെ ആദ്യത്തെ ലൈനിനെ മാത്രം കൺട്രോൾ ചെയ്യുന്ന ഇൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് എന്താ? ഫസ്റ്റ് ലൈൻ ഒഴികെയുള്ള ബാക്കി ലൈനിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻഡന്റ് ആണ് ആര്? ഹാങ്ങിങ് ഇൻഡന്റ്. ഷോർട്ട് കട്ടുകൾ ഇവിടെ പവർ പോയിന്റിനകത്ത് അത്ര യൂട്ടിലൈസ് ചെയ്തിട്ട് വരുന്നില്ല. സോ വേർഡിന്റെ സൈഡിൽ ഷോർട്ട് കട്ടുകൾ ഓർക്കുക. ദെൻ ഇത് എവിടെയാണുള്ളത്? ഇൻഡന്റും ഇവിടെ എവിടെയാണുള്ളത്? പാരഗ്രാഫ് ഗ്രൂപ്പിലാണ്. സോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഹോം ടാബിലാണ് പാരഗ്രാഫ് ഗ്രൂപ്പ്. അതിനകത്ത് അലൈൻമെന്റ്സ് കണ്ടു. 4 അലൈൻമെന്റ്, 4 കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഇവിടെ 4 ഇൻഡന്റ് ഉണ്ട്. മാറിപ്പോവരുത്. ഇൻഡന്റിന്റെ പേരും അലൈൻമെന്റിന്റെ പേരും മാറിപ്പോവരുത്. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? എന്താ? ദ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ മാർജിൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ് അല്ലേ. അപ്പോൾ 4 ഇൻഡന്റ് ഉണ്ട്. ലെഫ്റ്റ്, റൈറ്റ്, ഫസ്റ്റ് ലൈൻ, ഹാങ്ങിങ്. ഫസ്റ്റ് ലൈനിന്റെ പ്രത്യേകത എന്താ? ഒരു പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈനിനെ മാത്രം കൺട്രോൾ ചെയ്യുന്ന ഇൻഡന്റ് ആണ് എന്ത്? ഫസ്റ്റ് ലൈൻ. ഹാങ്ങിങ് ആണെങ്കിലോ ഫസ്റ്റ് ലൈൻ ഒഴികെയുള്ള ലൈൻസ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു 5 ലൈൻ ഉണ്ട് ഒരു പാരഗ്രാഫിനെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ലൈനിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് ലൈൻ. ഒന്നാമത്തെ ലൈൻ ഒഴികെയുള്ള 2 മുതൽ 4, 5 വരെയുള്ളതിനെ കണക്ട് ചെയ്യുന്നത് ആരായിരിക്കും? അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഹാങ്ങിങ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്. ദെൻ പാരഗ്രാഫ് ഗ്രൂപ്പിലെ അടുത്ത കണ്ടന്റ് ആണ് ലൈൻ സ്പേസിങ്. അപ്പോൾ ഈ കാര്യങ്ങളും വേർഡിൽ സിമിലർ ആണ് അല്ലേ. പ്രത്യേകിച്ച് ഒന്നും ഇവിടെ കൂടുതലായിട്ട് പഠിക്കാനില്ല. പാരഗ്രാഫ് ഗ്രൂപ്പ് പവർ പോയിന്റിൽ വന്നേക്കുന്ന ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് 5. വേർഡിലും ഇത്രയും ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് വരണേ? സിംഗിൾ ഉണ്ട്, 1.5 ലൈൻസ് ഉണ്ട്, ഡബിൾ, മൾട്ടിപ്പിൾ, എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ സിംഗിൾ ആണ് ഇവിടുത്തെ ഡീഫോൾട്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ പവർ പോയിന്റിലെ കാര്യമാണ് പറയുന്നത്. വേർഡൊക്കെ ആയിട്ട് കൺഫ്യൂസ് ആയി പോകരുത്, ഒരേപോലെ തന്നെയാണ് വരുന്നത്. എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പവർ പോയിന്റിലെ കാര്യമാണ് പഠിക്കണേ. സോ പവർ പോയിന്റിലെ ഹോം ടാബിനകത്തെ പാരഗ്രാഫ് ഗ്രൂപ്പിനകത്ത് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. 5 ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ ആണ് ഈ കാണുന്നതാണ് കേട്ടോ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ. അപ്പോൾ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് 5 എണ്ണം ഉണ്ട് ഡീഫോൾട്ട് ആയിട്ട്. ഏതൊക്കെയാണ്? സിംഗിൾ, 1.5, ഡബിൾ, പിന്നെന്താണ്? മൾട്ടിപ്പിൾ, എക്സാക്ട്ലി. നമുക്ക് എപ്പോഴും കണ്ടിട്ടുള്ള ചോദ്യം എന്താ? ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവുമല്ലോ ആ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ ഇസ് നോട്ട് അവൈലബിൾ ഇൻ വേർഡ് ഓർ പവർ പോയിന്റ് എന്ന് ചോദിക്കാം അല്ലേ. അവൈലബിൾ അല്ലാത്തത് നമുക്ക് ഉത്തരം എപ്പോഴും അറിയാം. എന്താണ്? ട്രിപ്പിൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രിപ്പിൾ ആൻസർ ആയിട്ട് വരാൻ കാരണം? നമുക്ക് 5 ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് ഉള്ളതിനകത്ത് അതിൻ്റെയൊക്കെ പേരെന്താണ്? സിംഗിൾ, 1.5 ലൈൻ, ഡബിൾ, മൾട്ടിപ്പിൾ, എക്സാക്ട്ലി. സോ ട്രിപ്പിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു PYQ ആണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞേ. എന്താ പറഞ്ഞേ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ ഇസ് നോട്ട് അവൈലബിൾ ഇൻ വേർഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. ആ വേർഡിനെ മാറ്റി പവർ പോയിന്റിൽ വന്നാലും സെയിം ആൻസർ തന്നെയാണ് വരിക. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രിപ്പിൾ വന്നതെന്നാണ് ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ട്രിപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല. പകരം എന്തൊക്കെയേ ഉള്ളൂ? 5 ഓപ്ഷനകത്ത് ഏതൊക്കെയുള്ളത്? സിംഗിൾ, 1.5 ലൈൻ, ഡബിൾ, മൾട്ടിപ്പിൾ, എക്സാക്ട്ലി. അപ്പോൾ ഈ 5 എണ്ണം പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്തുകൊണ്ടാണ് ട്രിപ്പിൾ വന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. സോ 2 സൈഡിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് വേർഡിലും പവർ പോയിന്റും സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്
ടെക്സ്റ്റ് ഡയറക്ഷൻ. നമ്മൾ എക്സലിനകത്ത് ഓറിയന്റേഷൻ പഠിച്ചല്ലേ, അതായത് നമ്മൾ കോളത്തിലൊക്കെ എഴുതുന്ന സമയത്ത് നാരോ കോളംസിന്റെ ലേബലിങ്ങിനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ രീതിയിൽ സാധാരണ നമ്മൾ ടെക്സ്റ്റ് ഇങ്ങനെയാണ് എഴുതുക, ലെഫ്റ്റ് ടു റൈറ്റ് ഒക്കെയാണ് എഴുതുക. അല്ലാതെ നമുക്ക് ഒരു ഡയഗണൽ വൈസോ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ വൈസോ ഒക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാമെന്ന് എക്സലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പവർ പോയിന്റിനകത്ത് നമ്മൾ കണ്ടന്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ടേബിളൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെരിച്ചോ ഡയഗണലിയോ വെർട്ടിക്കലിയോ സ്റ്റാക്ക്ഡ് രീതിയിലൊക്കെ എഴുതാം. അപ്പോൾ അതിന് സഹായിക്കുന്ന ഓപ്ഷനാണ് ടെക്സ്റ്റ് ഡയറക്ഷൻ. എവിടെയാണുള്ളത് ടെക്സ്റ്റ് ഡയറക്ഷൻ? എവിടെയാണുള്ളത്? പവർ പോയിന്റിനകത്ത്, ഹോം ടാബിനകത്ത്, പാരഗ്രാഫ് ഗ്രൂപ്പിനകത്താണ്. ഇത് കൂടെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കണം. കാരണം ഇപ്പോൾ ചോദ്യങ്ങളുണ്ടല്ലോ, ഏത് ടാബിലാണ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. ഇന്ന ടാബിൽ വന്നിട്ട് ഈ ഗ്രൂപ്പിൽ പോയിട്ട് ആ ഒരു ഓപ്ഷൻ എടുക്കുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് കൂടെ പറയുന്നത്. അപ്പോൾ നോക്കിയേ, ടെക്സ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ടാബിലാ? ഒന്ന് ഓർത്ത് പറഞ്ഞേ. ടെക്സ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ടാബിലാ? ഹോം ടാബിലാണ്. ഏത് ഗ്രൂപ്പിലാണ്? പാരഗ്രാഫ് ഗ്രൂപ്പിലാണ്. ദെൻ അവിടെയാണ് നമുക്ക് എന്തുള്ളത്? ടെക്സ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉള്ളത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ എന്താണ് ഓറിയന്റേഷൻ ഇക്വലന്റ് ആണ് എന്ന് പറയുമ്പം നാരോ ടേബിളിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു ടേബിൾ എഴുതി, ആ ടേബിള് ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഇത്രയേ ഉള്ളൂ ആ ടേബിളിൻ്റെ ഓരോ കോളത്തിൻ്റെയും സൈസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതുന്നത് പോസിബിൾ അല്ല. അതിനേക്കാളും കുറച്ച് എളുപ്പമാണ് നമുക്ക് വെർട്ടിക്കലി എഴുതുന്നത്. അപ്പോൾ നാരോ കോളംസിൻ്റെ ലേബലിങ്ങിനൊക്കെ സഹായിക്കുന്ന പവർ പോയിന്റിലെ ഓപ്ഷൻ ഏതാ പറഞ്ഞേ? എക്സലിലാണെങ്കിൽ ഓറിയന്റേഷൻ ആണ്. പവർ പോയിന്റിലാണെങ്കിലോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ തന്നെ കാണാൻ പറ്റും. പവർ പോയിന്റിലാണെങ്കിൽ എന്താ ആൻസർ വരിക? ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ്. ഇനി നോക്കിയേ, എത്ര ഓപ്ഷൻസ് ആണുള്ളത്? ഹൊറിസോണ്ടൽ, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 90 ഡിഗ്രി, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 270 ഡിഗ്രി, സ്റ്റാക്ക്ഡ്. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് കാണാനായിട്ട് പറ്റുക. ആൻഡ് അതിനകത്ത് തന്നെ ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ആണെന്ന് ഓർത്തിരിക്കുക. ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഏതൊക്കെയാണ്? 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം, 270 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് സ്റ്റാക്ക്ഡ് രീതിയിൽ അറേഞ്ച് ചെയ്യാം. സ്റ്റാക്ക്ഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതുന്നേ, ഓരോന്ന് നോക്കുക. സ്റ്റാക്ക്ഡ് എന്ന് പറയുമ്പം ഇങ്ങനെ എഴുതുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ടെക്സ്റ്റ് ഡയറക്ഷൻ ഓർത്തിരിക്കുക. എന്തിനാണ് നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ എന്തിനാണ് പവർ പോയിന്റിൽ യൂസ് ചെയ്യുന്നത്? ഇവിടെയും അത് തന്നെയാണ്. നമ്മളൊരു ടേബിൾ എടുത്തു വെച്ചു. അപ്പോൾ ലേബൽ ചെയ്യുന്ന സമയത്ത് ചെറിയ കോളംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരോ കോളംസിൻ്റെ ലേബലിങ്ങിനാണ് ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഭംഗിയുള്ള ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലോ സ്റ്റാക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ സാധാരണ രീതിയിൽ ഹൊറിസോണ്ടലാണ് ഉണ്ടാവുക. ടെക്സ്റ്റ് ഡയറക്ഷൻ്റെ ഡീഫോൾട്ട് പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മൾ അത്രയൊക്കെ ഡീപ്പ് ലെവലിൽ പോയി കഴിഞ്ഞാൽ മേക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പവർ പോയിന്റിനകത്തെ ടെക്സ്റ്റ് ഡയറക്ഷൻ്റെ ഡീഫോൾട്ട് പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഏതാ? ഹൊറിസോണ്ടൽ ആണ്. ബാക്കി അവൈലബിൾ ഏതൊക്കെയാണ്? 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം, 270 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ എന്താണ് സ്റ്റാക്ക്ഡ് രീതിയിൽ അവതരിപ്പിക്കാം. അപ്പോൾ ടെക്സ്റ്റിനെ സ്റ്റാക്ക്ഡ് രീതിയിൽ അവതരിപ്പിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാക്ക്ഡ് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ എവിടെയാണ്? ഏതാണ്? ഏത് ടാബിലാണെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? അതായത് നമ്മളുടെ സ്ലൈഡിനകത്തെ അല്ലെങ്കിൽ ലെറ്റേഴ്സിന് വേർഡിനെ എന്തെങ്കിലും ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു വാക്കിനെ സ്റ്റാക്ക്ഡ് രീതിയിൽ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് ബട്ടനാണ് യൂസ് ചെയ്യേണ്ടത്? ആ ബട്ടൺ ഏത് ഗ്രൂപ്പിലാണ്? ആ ഗ്രൂപ്പ് ഏത് ടാബിലാണ്? കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമുക്ക് സ്റ്റാക്ക്ഡ് രീതിയിൽ ഒരു ടെക്സ്റ്റിനെ പ്രസൻറ്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ആൻഡ് ആ ടെക്സ്റ്റ് ഡയറക്ഷൻ ഗ്രൂപ്പിനകത്ത് എത്ര ഓപ്ഷൻ ഉണ്ട്? ഹൊറിസോണ്ടൽ, 90 ഡിഗ്രി, റൊട്ടേറ്റ് 270 ഡിഗ്രി, സ്റ്റാക്ക്ഡ് എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഡയറക്ഷനകത്തെ സ്റ്റാക്ക്ഡ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് ഈ ടെക്സ്റ്റ് ഡയറക്ഷൻ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? പാരഗ്രാഫ് ഗ്രൂപ്പിലാണ്. ഹോം ടാബിലാണ് പാരഗ്രാഫ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു നാരോ കോളംസിൻ്റെ ലേബലിങ്ങിന് സ്റ്റാക്ക്ഡ് രീതിയിൽ അവതരിപ്പിക്കുന്നതിനൊക്കെയാണ് ടെക്സ്റ്റ് ഡയറക്ഷൻ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നോക്കുക, അലൈൻ ടെക്സ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ എക്സലിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എക്സലിനകത്ത് ഒരു കോളത്തിനകത്ത് നമ്മൾ എഴുതിയെന്ന് വെക്കാം, ഒരു സെല്ലിനകത്ത് നമ്മൾ കണ്ടന്റ് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ആ കണ്ടന്റ് ഈ മുകൾ ഭാഗത്തായിട്ട് നിൽക്കുന്ന കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സെൻറ്റർ പൊസിഷനിൽ അല്ലെങ്കിൽ മിഡിൽ പൊസിഷനിൽ നിൽക്കുന്ന കാണാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഈ സെല്ലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് വന്ന് നിൽക്കുന്നത് കാണാം.
അതേ രീതിയിലുള്ള ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മളിത് കൂടുതലും ഉപയോഗിക്കുന്നത് സ്ലൈഡിനകത്ത് നമ്മൾ ടേബിൾ സ്ലൈഡുകൾ കൊണ്ടുവരും അല്ലേ. ഒരു സ്ലൈഡിൽ നമ്മൾ ടേബിളുകൾ അവതരിപ്പിക്കും, കമ്പാരിസണോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ടേബിളുകൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്താണ് ടോപ്പ്, മിഡിൽ, ബോട്ടം എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആവശ്യമായിട്ട് വരിക. സോ ആ സമയങ്ങളിൽ ഒരു ടേബിളിനകത്ത്, ടേബിൾ എന്ന് പറയുമ്പം റോ ആൻഡ് കോളാണ്, അപ്പോൾ ഒരു സെല്ലായി. അപ്പോൾ ഒരു സെല്ലിനകത്ത് എങ്ങനെ ടെക്സ്റ്റ് അലൈൻ ചെയ്ത് നിൽക്കണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് അലൈൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ടോപ്പ്, മിഡിൽ, ബോട്ടം എന്നിങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. ആൻഡ് ഇതിനെ നമുക്ക് എന്തെന്നൂടെ പറയാം, വെർട്ടിക്കൽ അലൈൻമെന്റ്. ഓക്കെ, ഇതിൻ്റെ വേറൊരു പേരാണ് വെർട്ടിക്കൽ അലൈൻമെന്റ്സ്. എവിടുന്നാണ് എടുക്കുക എന്ന് ചോദിച്ചാൽ എവിടുന്നാണ്? നിങ്ങൾ വേർഡിൽ പേജ് ലേഔട്ട് ടാബിൻ്റെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, വേർഡിൽ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് പഠിച്ച സമയത്ത് അവിടെ ഒരു വെർട്ടിക്കൽ അലൈൻമെന്റ് കണ്ടില്ലേ? സെയിം ബട്ടൺസ് തന്നെയാണ് ഇവിടെ വേറെ പേരിൽ വന്നേക്കുന്നത്. അപ്പോൾ വേർഡിലെ അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്ത് വേർഡ് ആയാലും പവർ പോയിന്റ് ആണെങ്കിലും എന്താണ്, ഹൊറിസോണ്ടൽ അലൈൻമെന്റ്സും ഉണ്ട്, വെർട്ടിക്കൽ അലൈൻമെന്റ്സും ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ അലൈൻമെന്റ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ എന്നൊക്കെ പറയുന്നത്. വെർട്ടിക്കൽ അലൈൻമെന്റ്സ് ആണ് ടോപ്പ്, മിഡിൽ, ബോട്ടം എന്ന് പറയുന്നത്. എക്സലിലാണ് നമ്മളിത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും വേർഡിലും പവർ പോയിന്റിലും വെർട്ടിക്കൽ അലൈൻമെന്റ്സ് ഇവിടെ കാണുന്നതാണ്. സോ വേർഡിനകത്ത് വെർട്ടിക്കൽ അലൈൻമെന്റ് എവിടുന്നാണ് എടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ക്ലിയർ ആണ്? വേർഡിനകത്ത് എവിടെ നിന്നാണ് എടുക്കുക? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ നിന്നാണ്. ഇവിടെ ആണെങ്കിലോ, പവർ പോയിന്റിലാണെങ്കിലോ, ഹോം ടാബിനകത്ത് പാരഗ്രാഫ് ഗ്രൂപ്പിനകത്ത് അലൈൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് വെർട്ടിക്കൽ അലൈൻമെന്റ്സ് എടുക്കാൻ പറ്റുക. അപ്പോൾ വെർട്ടിക്കൽ അലൈൻമെന്റ്സ് ഏതൊക്കെയാണ്? ടോപ്പ്, മിഡിൽ, ബോട്ടം എന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത് വേർഡും എക്സലും പവർ പോയിന്റും. അപ്പോൾ വേർഡിനകത്ത് എവിടെയാണെന്ന് പറഞ്ഞു, എക്സലിനകത്ത് നമ്മൾ കണ്ടതാണ്, ഹോം ടാബിൽ തന്നെയാണ് എക്സലിൽ ഉണ്ടായിരുന്നത്. ദെൻ പവർ പോയിന്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാരഗ്രാഫ് ഗ്രൂപ്പിനകത്തു നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അവിടെ അലൈൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ചോദിക്കുകയാണ്, വെർട്ടിക്കൽ അലൈൻമെൻറ്റ്സിനെ എവിടെ നിന്നാണ് ആക്സസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിൽ നിന്നാണ് അല്ലേ. ഏത് സോഫ്റ്റ്വെയറാ? പവർ പോയിന്റ്. അപ്പോൾ എവിടെ നിന്നാണ് പവർ പോയിന്റിൽ വെർട്ടിക്കൽ അലൈൻമെന്റ്സ് എടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ നിന്നാണെന്നുള്ള കാര്യം ക്ലിയർ ആണ്. സോ നെക്സ്റ്റ് വരുന്നത് സ്മാർട്ട് ആർട്ട് ആണ്. ഓക്കെ, സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ എന്താണ് വിഷ്വലി കുറച്ചും കൂടെ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത്രയും കണ്ടന്റുകൾ വായിക്കാനുള്ള ഒരു ഉത്സാഹം കുറയുമല്ലേ. നേരെ മറിച്ച് കുറേ ചിത്രം അല്ലെങ്കിൽ എന്താണ് കുറേ ഡയഗ്രാം അല്ലെങ്കിൽ ഒരു സൈക്കിൾ രീതിയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഐഡിയനെ ഗ്രാഫിക്കലി ഓർ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സ്മാർട്ട് ആർട്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്? ലിസ്റ്റ് ഉണ്ട്, പ്രോസസ്, സൈക്കിൾ, ഹൈറാർക്കി, റിലേഷൻഷിപ്പ്, മെട്രിക്സ്, പിരമിഡ് ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ലിസ്റ്റ്, പ്രോസസ്സ്, സൈക്കിൾ, ഹൈറാർക്കി, പിന്നെ എന്താണ് മെട്രിക്സ്, റിലേഷൻഷിപ്പ്, പിരമിഡ്. ഇത്രയും സ്മാർട്ട് ആർട്ട് ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക. സ്മാർട്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഐഡിയനെ അല്ലെങ്കിൽ ആ ഒരു തീമിനെ വിഷ്വലി ആൻഡ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്മാർട്ട് ആർട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്, പാരഗ്രാഫ് ഗ്രൂപ്പിനകത്തുണ്ട്. ക്ലിയർ? ആൻഡ് ഏതൊക്കെ സ്മാർട്ട് ആർട്ട് ഓപ്ഷൻസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ലിസ്റ്റ്, പ്രോസസ്സ്, സൈക്കിൾ, ഹൈറാർക്കി, റിലേഷൻഷിപ്പ്, മെട്രിക്സ്, പിരമിഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്മാർട്ട് ആർട്ട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. സ്മാർട്ട് ആർട്ട് ഓപ്ഷൻ നമുക്ക് ഇൻസേർട്ട് ടാബിൽ നിന്നും എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിൽ നിന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഐഡിയ, നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ തീം അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രോജക്റ്റിനെയൊക്കെ കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു കഥ പോലെ എഴുതി വെക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഈ പ്രോസസ്സോ ലിസ്റ്റോ രീതിയിൽ എഴുതി വെക്കുന്നത്
അല്ലേ? അപ്പോൾ അതൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉള്ളത്. അപ്പം നമ്മൾ കയ്യിലുള്ള ഐഡിയനെ വിഷ്വലി ആൻഡ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആണ് സ്മാർട്ട് ആർട്ട്. ആൻഡ് എവിടെയാണ് പാരഗ്രാഫ് ഗ്രൂപ്പിനകത്ത് കൺവേർട്ട് ടു സ്മാർട്ട് ആർട്ട് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസേർട്ടിനകത്ത് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിനകത്ത് ചെന്നിട്ടാണെങ്കിലും എടുക്കാം. പവർ പോയിന്റിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ വരുന്നതാണ് കോളം. ഇതാണ് കോളത്തിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ. ഇനി നോക്കുക, നമ്മുടെ വേർഡിൽ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഡീഫോൾട്ട് കോളം എത്രയാണെന്ന് ചോദിക്കും. വേർഡ് ഡോക്യുമെൻറ്റിനകത്ത് വാട്ട് ഇസ് ദ ഡീഫോൾട്ട് കോളം നമ്പർ എത്രയാണെന്ന് ചോദിക്കും. ഡീഫോൾട്ട് കോളം എന്ന് പറയുന്നത് 1. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് 2 ഉത്തരങ്ങൾ വരുന്നത് അല്ലേ? 13 എന്നും 45 എന്നും 2 ഉത്തരം വരുന്ന ചോദ്യങ്ങൾ, ഒരേ ചോദ്യത്തിന് തന്നെ 2 ഉത്തരം വരുന്നത് കണ്ടിട്ടുണ്ടാവും. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കണ്ടന്റ് ആണ് വേർഡിനകത്ത്. ആൻഡ് പവർ പോയിന്റിൽ വരുന്ന സമയത്ത് അതേപോലെ തന്നെ കോളം എഴുത്ത് സഹായിക്കുന്ന കണ്ടന്റ് ആണ് കോളം എന്ന് പറയുന്നത്. എന്താണ് അവിടെ നമ്മൾ ഡോക്യുമെന്റിനെയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എന്തിനെയായിരിക്കും? പ്ലേസ് ഹോൾഡറിനെയാണ്. അപ്പോൾ പ്ലേസ് ഹോൾഡറിനെ നമ്മൾ മൾട്ടിപ്പിൾ സെഗ്മെന്റ് ആക്കി മാറ്റുവാണ് അല്ലേ? അപ്പം അങ്ങനെ എന്താണ് ഒന്നിലധികം സെഗ്മെന്റുകളാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് കോളം എന്ന് പറയുന്നത്. ഡീഫോൾട്ട് ആയിട്ട് പവർ പോയിന്റിനകത്തെയും കോളം എന്ന് പറയുന്നത് ഒരു കോളവും ആൻഡ് ആ 2 കോളങ്ങൾ വരുന്ന സമയത്ത് അതിനിടയിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പം മിനിമം സ്പേസ് ബിറ്റ്വീൻ 2 കോളം എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. മാക്സിമം സ്പേസ് ബിറ്റ്വീൻ 2 കോളം എന്ന് പറയുന്നത് 16 ഇഞ്ചായിരിക്കും. ഇഞ്ചിലാണ് പറയുന്നത്. സോ ഓർത്തിരിക്കുക, ഇത് പവർ പോയിന്റിന്റെ മാത്രം കാര്യമാണ് പറയുന്നത്. വേർഡിന്റെ കാര്യം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ പവർ പോയിന്റിന്റെ കാര്യത്തിനകത്ത് കോളം എന്തിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? സ്ലൈഡിനെ ആണോ പ്ലേസ് ഹോൾഡറിനെ ആണോ? പ്ലേസ് ഹോൾഡറിനെ ആണ് എന്ത് ചെയ്യുന്നത്? സെഗ്മെന്റ് ആക്കി മാറ്റുന്നത്, മൾട്ടിപ്പിൾ കോളംസ് ആക്കി മാറ്റുക. നമ്മൾ ന്യൂസ് പേപ്പറിനകത്ത് കോളം എഴുതുന്ന അതേ രീതി തന്നെ. അപ്പോൾ ഇവിടെ സെഗ്മെന്റുകളാക്കി മാറ്റുന്നത് എന്തിനെയാണ്? ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സിനെയാണ്. ആൻഡ് അങ്ങനെ ഡിഫറെൻറ്റ് സെഗ്മെന്റ് ആക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് എത്ര സെഗ്മെന്റ് അല്ലെങ്കിൽ എത്ര കോളംസ് വരെ ഒരു പ്ലേസ് ഹോൾഡറിനകത്ത് ആഡ് ചെയ്യാം? 16 കോളംസ് വരെയാണ് ആഡ് ചെയ്യാനായിട്ട് പറ്റുക. ഡീഫോൾട്ട് ആയിട്ട് ഒരു കോളമാണ്, നമുക്ക് തുടർച്ചയായിട്ട് എഴുതി പോവാം അല്ലേ? അതായത് ഓക്കെ, ഇത്രയാണ് നമ്മളുടെ പ്ലേസ് ഹോൾഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ സാധാരണ രീതിയിൽ എഴുതി പോവാം. ദാറ്റ് മീൻസ് എത്രയാണ് കോളം? എത്രയാണ് ഇവിടെ? കോളം നമ്പർ 1 ആണ്. ഇനി നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് കോളം ആക്കി. ഓക്കെ, ഇപ്പം 4 കോളം ഉണ്ട്. അങ്ങനെ ഒരു പ്ലേസ് ഹോൾഡറിനെ എനിക്ക് പരമാവധി എത്ര കോളം വരെ ആക്കി തിരിക്കാനായിട്ട് പറ്റും? 16 കോളമാക്കി വരെ തിരിക്കാം. പവർ പോയിന്റിന്റെ കാര്യമാണ് പറയണത്. ഒരു ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡറിന്റെ ഡീഫോൾട്ട് നമുക്ക് ഒരു ലെഫ്റ്റ് തൊട്ട് റൈറ്റ് വരെ എഴുതി പോവാം. നമ്മൾ ഡിഫറെൻറ്റ് സെഗ്മെന്റ് ആക്കി മാറ്റുമ്പോൾ, ഡിഫറെൻറ്റ് ബ്ലോക്കുകളാക്കി മാറ്റുമ്പോൾ പവർ പോയിന്റിനകത്ത് അണ്ടർ ഡീഫോൾട്ട് കണ്ടീഷൻ, അത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഡീഫോൾട്ട് കണ്ടീഷനിൽ ഒരു പ്ലേസ് ഹോൾഡറിനെ നമുക്ക് മാക്സിമം എത്ര കോളംസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 16 കോളമായിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മിനിമം മാക്സിമം സ്പേസിങ് അറിഞ്ഞിരിക്കണം. 2 കോളം, അങ്ങനെ നമ്മൾ 2 കോളം ആക്കിയെന്ന് വെക്കുക. ഓക്കെ, 2 കോളമാക്കി. അങ്ങനെ 2 കോളമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോളത്തിനിടയിലുള്ള 2 കോളത്തിനിടയിലുള്ള മിനിമം സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും 0 ഇഞ്ച് ആയിരിക്കും. ആ 2 കോളങ്ങൾക്കിടയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സ്പേസ് എന്ന് പറയുന്നത് 16 ഇഞ്ച് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു സ്പേസിംഗ് എന്ന് പറയുന്ന ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് മിനിമം 0, മാക്സിമം 16 ഇഞ്ച് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പവർ പോയിന്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡറിനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് കോളംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഡിഫോൾട്ട് നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് 1 ആണ്. മാക്സിമം എത്രയാണ്? 16 ആണ്. പവർ പോയിന്റിലെ കാര്യമാണ് പറയണത്. ആൻഡ് സ്പേസിങ്ങിൽ വരുന്ന സമയത്ത് മിനിമം സ്പേസിങ്, അങ്ങനെ നമ്മൾ 2 കോളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം സ്പേസിങ് എന്ന് പറയുന്നത് 0 ഇഞ്ചും മാക്സിമം സ്പേസിങ് എന്ന് പറയുന്നത് 16 ഇഞ്ചും ആയിരിക്കും. ക്ലിയർ? അപ്പോൾ കോളം എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡ്രോയിങ് ഗ്രൂപ്പാണ്. ഡ്രോയിങ് ഗ്രൂപ്പ് എവിടെയാണുള്ളത്? അതും ഹോം ടാബിനകത്തെ കണ്ടന്റ് ആണ്.
ഓക്കെ, അപ്പോൾ ഹോം ടാബിനകത്താണ് ഡ്രോയിങ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉള്ളത്. ഡ്രോയിങ് ഗ്രൂപ്പിനകത്ത് നമുക്കിവിടെ ഡിഫറെൻറ്റ് ഷേപ്സ് കാണാനായിട്ട് പറ്റും. അല്ലാതെ നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഷേപ്പ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ക്ലോസ്ഡ് ഒരു ഏരിയ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ക്ലോസ്ഡ് ഷേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഓപ്ഷൻ്റെ പേരാണ് ഷേപ്പ് ഫിൽ. അപ്പോൾ വിച്ച് വൺ ഇസ് യൂസ്ഡ് ടു ഫിൽ എൻക്ലോസ്ഡ് ഏരിയ ഓർ ക്ലോസ്ഡ് ലൂപ്പ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഷേപ്പ് ഫില്ലാണ്. ആൻഡ് എന്തൊക്കെ നമുക്ക് ഫിൽ ചെയ്യാനായിട്ട് പറ്റും? ഏതെങ്കിലും ഒരു സോളിഡ് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചറിനെ നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്ചർ പാറ്റേൺ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഷേപ്പ് ഫിൽ എന്ന് പറയുന്ന ബട്ടൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ക്ലോസ്ഡ് ഏരിയയിൽ ഫില്ല് ചെയ്യണം, അതിനകത്ത് എന്തെങ്കിലും കളർ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കളർ കൊടുക്കുന്നതിന് പുറമെ, സോളിഡ് കളറിന് പുറമെ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ആ ഒരു എൻക്ലോസ്ഡ് ഏരിയക്കകത്ത് പിക്ചർ കൊണ്ടുവരാം, ഗ്രേഡിയൻറ്റ് കൊണ്ടുവരാം, ടെക്സ്ചർ കൊണ്ടുവരാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ക്ലോസ്ഡ് ഏരിയക്കകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ് ഫിൽ എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത്. ഫില്ല് ചെയ്യുക, ഷേപ്പ് ഫിൽ, അത്രയേ ഉള്ളൂ. ഷേപ്പ് ഫിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? കളർ കൊടുക്കാം, പിന്നെന്താണ്, പിക്ചർ കൊണ്ടുവയ്ക്കാം, പിന്നെന്താ ടെക്സ്ചർ യൂസ് ചെയ്യാം, പിന്നെന്താണ്, ഗ്രേഡിയൻറ്റ് വെക്കാം. ഓക്കെ, അപ്പോൾ ഷേപ്പ് ഫിൽ എന്ന് പറയുന്ന കണ്ടന്റ് ഡ്രോയിങ് ഗ്രൂപ്പിലെ കണ്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കുക, ഇവിടെ നിങ്ങൾ ബേസിക് ഷേപ്പ് കണ്ടല്ലേ? ഈ ഒരു ഡ്രോപ്പ് ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ ഡ്രോപ്പ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കാണുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്രോപ്പ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഓപ്ഷൻസ് കാണും. ആ ഓപ്ഷൻസ് ഒന്ന് സമപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുക? ലൈൻസ് ഉണ്ട്, റെക്ടാങ്കിൾസ് ഉണ്ട്, ബേസിക് ഷേപ്സ് ഉണ്ട്, ബ്ലോക്ക് ആരോ, ഇക്വേഷൻ ഷേപ്പ്, ഫ്ലോ ചാർട്ട്, സ്റ്റാർസ് ആൻഡ് ബാനർ, കോൾ ഔട്ട്, ആക്ഷൻ ബട്ടൺ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഡ്രോയിങ് ഗ്രൂപ്പിനകത്ത് ഈ ഒരു ഷേപ്പിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു സംഭവം നമ്മൾ വേറൊരു സ്ഥലത്തൂടെ കണ്ടിട്ടുണ്ട്. എവിടെയാണ്? ഇൻസേർട്ട് ഷേപ്പ് അല്ലേ? അവിടെയും കണ്ടിട്ടില്ലേ? ഇൻസേർട്ട് ഷേപ്പ്. അപ്പോൾ ഇൻസേർട്ട് ഷേപ്പിനകത്ത് നമ്മൾ എന്താണോ കണ്ടത് ആ ഒരു കാര്യം തന്നെയാണ് ഡ്രോയിങ് ഗ്രൂപ്പിനകത്ത് ഈ ഒരു സൈഡിൽ കാണുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ലൈൻ, റെക്റ്റാങ്കിൾ, ബേസിക് ഷേപ്പ്, ബ്ലോക്ക് ആരോ, ഇക്വേഷൻ ഷേപ്പ്, ഫ്ലോ ചാർട്ട്, സ്റ്റാർസ് ആൻഡ് ബാനർ, കോൾ ഔട്ട്, ആക്ഷൻ ബട്ടൺ. അപ്പോൾ ചോദിക്കുകയാണ് എന്താണ്, ഫ്രം വേർ യു ക്യാൻ ആഡ് സ്റ്റാർ ആൻഡ് ബാനർ ഇൻ യുവർ പവർ പോയിന്റ് എന്ന് ചോദിച്ചിട്ട് ഇൻസേർട്ടും ഓപ്ഷൻ തന്നു, ഡ്രോയിങ്ങും ഓപ്ഷൻ തന്നു, ബോത്ത് ഓഫ് എബോ ആൻസർ ഓപ്ഷൻ തന്നു, ദെൻ നൺ ഓഫ് ദീസ് തന്നു. ഏതെടുക്കും? ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഇൻസേർട്ട് ടാബ് ഉണ്ട്, പിന്നെന്താണ്, ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്, ഇൻസേർട്ടിനകത്ത് ഷേപ്പ് ഉണ്ട്, പിന്നെ ഡ്രോയിങ് ഉണ്ട്, ബോത്ത് ഓഫ് എബോ ഉണ്ട്, നൺ ഓഫ് ദിസ്. എന്താണ്? ബോത്ത് ഓഫ് എബോ ആണ് വരിക. കാരണം ഇൻസേർട്ടിനകത്ത് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് നിന്ന് നമുക്ക് എടുക്കാം, പിന്നെ എന്താണ്, ഇൻസേർട്ടിനകത്ത് ഇല്ലുസ്ട്രേഷനകത്ത് ഷേപ്പ്, ആ രീതിയിലും നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹോം ടാബിനകത്ത് ഡ്രോയിങ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ എടുക്കാം. രണ്ട് തരത്തിലും എടുക്കാൻ പറ്റുന്നതാണ്. സോ നമ്മളുടെ ആൻസർ ബോത്ത് ഓഫ് എബോ ആണ് വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഈ ഒരു ഡ്രോയിങ് ഗ്രൂപ്പിലെ കണ്ടന്റ് നമുക്ക് എവിടെ നിന്നും എടുക്കാം? ഇൻസേർട്ട് ടാബ് വഴിയും എടുക്കാവുന്നതാണ് ഈ ഒരു പോർഷൻ. ഓക്കെ, ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്? ലൈൻസ്, റെക്റ്റാങ്കിൾ, ബേസിക് ഷേപ്പ്, ബ്ലോക്ക് ആരോ, ഇക്വേഷൻ സിമ്പിൾസ്, പിന്നെന്താണ്, ഫ്ലോ ചാർട്ട്, സ്റ്റാർസ് ആൻഡ് ബാനർ, കോൾ ഔട്ട്, പിന്നെന്താണ്, ആക്ഷൻ ബട്ടൺ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രോയിങ് ഗ്രൂപ്പ് വഴി വരയ്ക്കാം. നമ്മളുടെ പവർ പോയിന്റിൽ വരയ്ക്കാൻ പറ്റുന്ന ഷേപ്സ് ഓപ്ഷൻസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഔട്ട്ലൈൻ. അതായത് ഔട്ട്ലൈൻ കൊടുക്കുക. അതായത് ഇതാണ് നമ്മളുടെ ഒരു ഫിഗർ എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഒരു ചിത്രം. ഇപ്പം ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അല്ലേ? ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് ഔട്ട്ലൈൻ. അതിനകത്താണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഔട്ട്ലൈൻ. സോ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പിന് ഒരു സ്ട്രോക്ക് കൊടുക്കുന്ന രീതി അല്ലേ, ഒരു ബോർഡർ കൊടുക്കുന്ന രീതിയാണ് ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വാക്കാണ് വെയിറ്റ് എന്ന് പറയുന്ന ടേം. അപ്പോൾ വെയിറ്റ് റെഫേഴ്സ് ടു അല്ലെങ്കിൽ വെയിറ്റ് മീൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും പവർ പോയിന്റിലാണെങ്കിലും വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ലൈൻ എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, തിക്നെസ് ഓഫ് ലൈൻ എന്നുള്ളതാണ് അർത്ഥം. മിനിമം സൈസ് ഓഫ് ഔട്ട്ലൈൻ അറിഞ്ഞിരിക്കണം. 1/4 PT ആണ്, 1/4 പോയിന്റ് ആണ്.
1/4 പോയിന്റ്. മാക്സിമം സൈസ് ഓഫ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് 455 പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പം മിനിമം എന്ന് പറയുന്നത് 1/4 പോയിന്റും മാക്സിമം എന്ന് പറയുന്നത് 455 പോയിന്റും. പോയിന്റിന്റെ ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഷേപ്പിന് ഔട്ട്ലൈൻ മീൻസ് ഒരു സ്ട്രോക്ക് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ബോർഡർ കൊടുക്കുന്നതാണ്. ആൻഡ് അവിടെ ഒരു ടേം ഓർത്തിരിക്കണം, വെയിറ്റ് എന്ന് പറയുന്ന ടേം. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് മീൻസ് ദ തിക്നെസ് ഓഫ് എ ലൈൻ. എത്ര തിക്കിലാണ് നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തേക്കണേ എന്നുള്ളതാണ് വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് 1/4 പോയിന്റും മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 455 പോയിന്റും ആണ്. പിന്നെ ഡിഫറെൻറ്റ് വെയിറ്റ് ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 1/4, 1/4, 1/2, 3/4, 1, 1.5, 2.25 അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തു നിന്നാണ് നമ്മൾ മിനിമം ആൻഡ് മാക്സിമം കണ്ടുപിടിക്കുന്നത്. മിനിമം എന്ന് പറയുന്നത് 1/4 പോയിന്റും 1/4 പോയിന്റും ആൻഡ് മാക്സിമം എന്ന് പറയുന്നത് 455 പോയിന്റും ആണ്. ക്ലിയർ? അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്ന ടേം ഓർത്തിരിക്കുക, മിനിമം മാക്സിമം വാല്യൂസ് ഓർത്തിരിക്കുക. ഡ്രോയിങ് ഗ്രൂപ്പിനകത്ത് ഷേപ്പ് ഔട്ട്ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിക്നെസ് ഓഫ് എ ലൈൻ ആണ് അല്ലെ. ഒരു ലൈനിന് നമ്മൾ എത്ര തിക്കിലാണ് ഔട്ട്ലൈൻ കൊടുത്തേക്കുന്നത്, ബോർഡർ കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് വെയിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഷേപ്പ് എഫക്റ്റ്. ഷേപ്പ് എഫക്റ്റുകളുടെ പേര് ഓർത്തിരിക്കുക. ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ, സോഫ്റ്റ് എഡ്ജ്, ബെവൽ, 3D റൊട്ടേഷൻ. ഈ രീതിയിൽ ഷേപ്പിന് നമുക്ക് എഫക്റ്റ് കൊടുക്കാം. ഒരു 3D, 2D അല്ലെങ്കിൽ എന്താണ് ഒരു സ്ട്രോക്ക് ഇങ്ങനെ പരന്നിരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എഡ്ജസ് ഇങ്ങനെ ഡിഫ്യൂസ് ആയി പോകുന്ന രീതിയിലോ ഒക്കെ നമുക്ക് എന്താണ് കൊടുക്കാം, എഫക്റ്റുകൾ കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ എഫക്റ്റ് കൊടുക്കുന്ന ഓപ്ഷനാണ് ഷേപ്പ് എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. 6 ഷേപ്പ് എഫക്റ്റ് ഓപ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ, സോഫ്റ്റ് എഡ്ജ്, ബെവൽ ആൻഡ് 3D റൊട്ടേഷൻ. ക്ലിയർ? ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോ കൊടുക്കുന്നതാണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടത്തിൻ്റെ റിഫ്ലക്ഷൻ താഴെ കാണിക്കും. നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന ഒരു റിഫ്ലക്ഷൻ ഇവിടെ കാണിക്കും. ഗ്ലോ മീൻസ് എന്താണ്? ഒരു ഗ്ലോ. നമ്മളിപ്പം എന്താണ് ഈശ്വരന്മാർ അല്ലെങ്കിൽ ദൈവങ്ങളുടെയൊക്കെ ഒരു സീരിയലൊക്കെ കാണുന്ന സമയത്ത് ദൈവങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ പുറകിൽ ഇങ്ങനെ ഒരു മഞ്ഞ ലൈറ്റൊക്കെ കാണുമല്ലോ, അതേ രീതിയിലൊരു ഗ്ലോ കൊണ്ടുവരാൻ സഹായിക്കുന്ന എഫക്റ്റാണ് ഗ്ലോ എന്ന് പറയുന്നത്. സോഫ്റ്റ് എഡ്ജ് മീൻസ് ഈ എഡ്ജുകൾ ഇങ്ങനെ ഡിഫ്യൂസ് ആയി പോകുന്ന എഫക്റ്റാണ് സോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ബെവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു 3D രീതിയിലൊന്ന് കുഴിഞ്ഞിരിക്കുന്ന, എൻഗ്രേവ് ആൻഡ് എംബോസ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ആ രീതിയിലൊന്ന് ബൾജ് ചെയ്തിരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ താഴോട്ട് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലോ ഉള്ള ഓപ്ഷൻസ് ആണ് ബെവലിനകത്തുള്ളത്. പിന്നെ 3D റൊട്ടേഷൻ, ഡിഫറെൻറ്റ് ഇങ്ങനെ എന്താണ് സാധാ രീതിയിൽ ഹൊറിസോണ്ടൽ എഴുതിയേക്കുന്നത് പോലെയല്ല, ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ എഴുതാനായിട്ട് ഇങ്ങനെയൊക്കെ എഴുതാൻ സഹായിക്കുന്നതാണ് 3D റൊട്ടേഷനകത്തൊക്കെ വരുന്ന ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഷേപ്പ് എഫക്റ്റുകൾ ഓർത്തിരിക്കുക. 6 എണ്ണാണുള്ളത്. പേരുകൾ ജസ്റ്റ് ഓർത്തിരിക്കുക. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കേണ്ടത്. നോക്കിയേ, ഡിഫോൾട്ട് ഫയൽ നെയിം ഓഫ് എ പവർ പോയിന്റ് 2007. ഡിഫോൾട്ട് ഫയൽ നെയിം എന്താണ്? പവർ പോയിന്റിൻ്റെ ഡിഫോൾട്ട് ഫയൽ നെയിം എന്താ? ഓർത്ത് നോക്കിയേ, പ്രസൻറ്റേഷൻ 1 എന്നുള്ളതാണ് ഡിഫോൾട്ട് ഫയൽ നെയിം അല്ലേ. ഡിഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ 1 എന്നാണ്. ഇനി ഡിഫോൾട്ട് ഫോണ്ട് സൈസ് ഓഫ് എ ടൈറ്റിൽ സ്ലൈഡ്. ടൈറ്റിൽ സ്ലൈഡിൻ്റെ ഫോണ്ട് സൈസ് എത്രയാണ്? 44 പോയിന്റ് ആണ് അല്ലേ. ഓൾറെഡി നിങ്ങൾക്ക് ആൻസർ കാണാം, എന്നാലും തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. സോ ഡിഫോൾട്ട് ഫോണ്ട് സൈസ് ഓഫ് ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയുന്നത് 44 പോയിന്റ് ആണ്. ഇനി നോട്ട്സ് പെയിൻ ആർ ഓപ്പൺ അറ്റ് ഡാഷ് സൈഡ് ഓഫ് പവർ പോയിന്റ് വിൻഡോ. എവിടെയാണ് നോട്ട്സ് പെയിൻ കണ്ടേക്കണേ? സോ നമ്മളുടെ വിൻഡോ ഞാൻ ജസ്റ്റ് വരയ്ക്കുകയാണ്, ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻസർ നിങ്ങൾ തന്നെ പറയണം. സോ നമ്മളുടെ വിൻഡോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിബൺ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് സ്ലൈഡ് ഔട്ട്ലൈൻ എന്ന് പറയുന്ന 2 കണ്ടന്റ് ഉണ്ട് അല്ലേ. ടാസ്ക് പെയിൻ കണ്ടന്റുകൾ ഉണ്ട്, സ്ലൈഡും ഔട്ട്ലൈനും. ഇവിടെ നമുക്ക് ഒരു ചെറിയ റൂളറുണ്ട്. പിന്നെന്താ, ഇവിടെ നമുക്ക് സ്ലൈഡ് മൊത്തത്തിൽ കാണാൻ പറ്റും. സോ ഇവിടെയാണ് നമ്മളുടെ നോട്ട്സ് പെയിൻ വരണേ. അപ്പം നോട്ട്സ് പെയിൻ എവിടെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം എവിടെയാണ്? ഓ, ഇത് നോട്ട്സ് പെയിൻ അല്ല കേട്ടോ, സ്ലൈഡ് പെയിൻ ആണേ. ഓക്കെ, സ്ലൈഡ് പെയിൻ എവിടെയാണ് കാണുന്നേ? കണക്ട് ചെയ്ത് പറയാം. സ്ലൈഡ് പെയിൻ എവിടെയാണ് വരണേ? ലെഫ്റ്റിലാണ് വരണേ. അപ്പം 2 ക്വസ്റ്റ്യനാണ് ഇവിടെ നിന്ന് നോക്കേണ്ടത്, തെറ്റിപ്പോവരുത്. സ്ലൈഡ് പെയിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലാണ്. ഈ സൈഡിൽ കാണുന്ന സ്ലൈഡ്, ഔട്ട്ലൈൻ എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. അപ്പം സ്ലൈഡ് പെയിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്?
സ്ലൈഡ് പെയിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ലെഫ്റ്റ് മോസ്റ്റിലായിട്ടാണ്. ഇനി നോട്ട്സ് പെയിൻ ആണെങ്കിലോ, സാധാരണ രീതിയിൽ ചോദിച്ചേക്കുന്നത് നോട്ട്സ് പെയിൻ ആണെങ്കിലോ എവിടെയാണ്? ബോട്ടം സൈഡിലാണ് അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, ഒന്ന് എഴുതി വെച്ചേ. സ്ലൈഡ് പെയിൻ എവിടെയാ? സ്ലൈഡ് പെയിൻ എവിടെയാ? ലെഫ്റ്റിലാണ്. നോട്ട് പെയിനോ? നോട്ട് പെയിൻ എവിടെയാണ്? ബോട്ടം ഓഫ് വിൻഡോ. ലെഫ്റ്റ് ഓഫ് എ വിൻഡോ, ബോട്ടം ഓഫ് എ വിൻഡോ. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, സ്ലൈഡ് പെയിനും നോട്ട്സ് പെയിനും തമ്മിൽ മാറിപ്പോവരുത്. നോർമൽ എന്ന് പറയുന്ന വ്യൂവിൻ്റെ തന്നെ അഡീഷണൽ ഓപ്ഷനാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്ലൈഡ് പെയിൻ എന്നുള്ള രീതിയിൽ 2007 കാണാൻ പറ്റുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്ലൈഡ് പെയിൻ കാണാൻ പറ്റുന്നത് ലെഫ്റ്റിലാണ്. യൂസർ എഴുതി കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സ്പീക്കർ നോട്ടുകളാണ് നോട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റുക, അത് ബോട്ടം സൈഡിലാണുള്ളത്. സ്ലൈഡ് പെയിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലും, നോട്ട്സ് പെയിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടം സൈഡിലുമാണുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോട്ട്സ് പെയിൻ ആണ്. അപ്പോൾ നോട്ട്സ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ബോട്ടം സൈഡാണ്, സ്ലൈഡ് പെയിൻ ആണെങ്കിലോ ലെഫ്റ്റ് സൈഡാണ്. ക്ലിയർ ആയിട്ട് നോക്കുക. ദെൻ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. സ്ലൈഡ്സ്, എഡിറ്റിംഗ്, ട്രാൻസിഷൻ, ഡ്രോയിങ്. എന്താണ്? ട്രാൻസിഷൻ ആണ്. കാരണം ബാക്കിയെല്ലാം ഹോം ടാബിലെ കണ്ടന്റും ട്രാൻസിഷൻ എന്ന് പറയുന്നത് എവിടത്തെയാണ്? അനിമേഷൻ ടാബിലെ കണ്ടന്റും ആണ് അല്ലേ? അപ്പോൾ സ്ലൈഡ്, എഡിറ്റിംഗ്, ഡ്രോയിങ് എന്നൊക്കെ പറയുന്നത് എവിടുത്തെ കണ്ടന്റാ? ഹോം ടാബിലെ കണ്ടന്റ് ആണ്. ഇനി അടുത്തത്, ഹൗ മെനി ഗ്രൂപ്പ്സ് ഡസ് ഹോം ടാബ് ഹാവ്? ഹോം ടാബിന് എത്ര ഗ്രൂപ്പ് ഉണ്ട്? 6 ഗ്രൂപ്പാണുള്ളത്. പവർ പോയിന്റിന്റെ കാര്യമാണ് പറയുന്നത്. പവർ പോയിന്റിനകത്ത് ഹോം ടാബിന് 6 ഗ്രൂപ്പാണുള്ളത്. ദെൻ ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. സെലക്ട് ഓൾ, സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് പെയിൻ, സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ്. ഓക്കെ, ഇത് വരുന്നത് ഏതാണ്? സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ്. നമുക്ക് പവർ പോയിന്റിനകത്ത് എഡിറ്റിംഗ് ഗ്രൂപ്പിനകത്ത് സെലക്ട് എന്ന് പറയുന്ന കണ്ടന്റിനകത്ത് 3 ഓപ്ഷൻ ഉള്ളത്. ഏതൊക്കെയാണ്? സെലക്ട് ഓൾ, സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് പെയിൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉള്ളത്. സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കില്ല. സോ ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്? സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്നുള്ളതാണ്. ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എവിടെയാണുള്ളത്? വേർഡിനകത്തെ എഡിറ്റിംഗ് ഗ്രൂപ്പിന്, വേർഡിനകത്ത് ഹോം ടാബിനകത്ത് എഡിറ്റിംഗ് ഗ്രൂപ്പിനകത്ത് ഒരു സെലക്ട് ഉണ്ട്. അവിടെയാണ് സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് കാണാൻ പറ്റുക. പവർ പോയിന്റിൽ ഏതൊക്കെയാണ്? സെലക്ട് ഓൾ, സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് പെയിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. ഹൗ മെനി ബിൽറ്റ് ഇൻ ലേഔട്ട് ആർ ദർ ഇൻ പവർ പോയിന്റ് 2007? ബിൽറ്റ് ഇൻ ലേഔട്ടുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞേ, എത്ര ലേഔട്ട് ഉണ്ട്? 9 ലേഔട്ടാണ് ഉള്ളത് അല്ലേ? 9 ലേഔട്ടാണ് ബിൽറ്റിനായിട്ടുള്ള ലേഔട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്ലൈഡ് എപ്പോഴും എന്തായിരിക്കും? ഏത് ലേഔട്ടായിരിക്കും? ടൈറ്റിൽ കണ്ടന്റ് ആയിരിക്കും അല്ലെ? ടൈറ്റിൽ ലേഔട്ടിലായിരിക്കും, ടൈറ്റിൽ സ്ലൈഡ് ആയിരിക്കും. സോ അങ്ങനെ 9 ലേഔട്ടുകളാണ് പവർ പോയിന്റിൽ ബിൽറ്റിനായിട്ട് 2007 വേർഷനകത്ത് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ ഹൗ മെനി ടാബ് അലൈൻ ആർ അവൈലബിൾ ഇൻ പവർ പോയിന്റ്? ടാബ് അലൈൻസ് എത്രയുണ്ട്? ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 5 എണ്ണം. ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ഡെസിമൽ, ടാബ് അല്ലേ? സോറി, ബാർ. ഇത്രയും ടാബ് ലൈനാണുള്ളത്. ഇനി ലെഫ്റ്റ് ടാബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബട്ടൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. റൈറ്റ് ടാബിനെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. സെൻറ്റർ ടാബ് ആണെങ്കിൽ എന്താണ്? ഇൻവേർട്ടഡ് ടി ആണ് സെൻറ്റർ ടാബ് അല്ലേ? ഇനി ഇൻവേർട്ടർ ടി വിത്ത് ഡെസിമൽ അറ്റ് ദി റൈറ്റ് സൈഡ് ആണെങ്കിലോ അത് ഡെസിമൽ ടാബാണ്. ഇനി ഒരു ബാർ ഷേപ്പ്, ഒരു വെർട്ടിക്കൽ ലൈൻ ആണെങ്കിലോ അത് ബാർ ടാബ് ആണ്. അപ്പോൾ ഇത്രയും ടാബ് അലൈൻമെൻറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. വേർഡ്, എക്സൽ, പവർ പോയിന്റ്. എക്സലിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാബ് അലൈൻമെൻറ്റ് വരുന്നില്ല, കാരണം അതിൻ്റെ യൂസേജ് അങ്ങനെയല്ല. സോ വേർഡിലും എക്സലിലും ടാബ് അലൈൻമെൻറ്റ്സ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ 2എണ്ണത്തിനും ആൻസർ എഴുതാനായിട്ട് പറ്റും. ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ഡെസിമൽ, ബാർ. ക്വസ്റ്റ്യൻസ് അറിയാം. ഇൻവേർട്ടഡ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ആണ്. ഇൻവേർട്ടഡ് ടി വിത്ത് ഡെസിമൽ അറ്റ് ദി റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ചിത്രം നോക്കി ഏതാ? ഡെസിമൽ ആണ്. വെർട്ടിക്കൽ ലൈൻ ആണെന്നുണ്ടെങ്കിലോ ബാർ ആണ്. ക്ലിയർ? അപ്പോൾ എത്ര ടാബ് ലൈൻ ഉണ്ട്? 5 എണ്ണം. ദെൻ ഡിഫോൾട്ട് ഫോണ്ട് ഫേസ് ഫോർ പവർ പോയിന്റ് 2007. പവർ പോയിന്റ് 2007 ഡിഫോൾട്ട് ഫോണ്ട് ഫേസ് ഏതാണ്? കാലിബ്രി ആണ് അല്ലേ? 2007 ആണ് ചോദിച്ചേക്കുന്നത്. സോ കാലിബ്രി ആണ് ആൻസർ. ദെൻ ഡാഷ് ക്ലിയർ ദ ഫോർമാറ്റിംഗ് ഓഫ് എ ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡർ. ഓക്കെ, ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡറിൻ്റെ ഫോർമാറ്റിങ്സ് കൊടുത്തത് ക്ലിയർ ചെയ്യുന്നത് ആരാണ്? ഏത് ബട്ടണാണ്?
റീസെറ്റ് എന്ന് പറയുന്ന ബട്ടൺ ആണ് അല്ലേ. ഓക്കെ, ക്ലിയർ ഫോർമാറ്റിംഗ് എവിടെയാണ്? വേർഡിലാണ്. നോർമൽ എന്താണ്? എക്സൽ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, എക്സൽ, വേർഡ്, PPT. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഫോർമാറ്റിങ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നത് എക്സലിനകത്ത് നോർമൽ എന്ന് പറയുന്ന കണ്ടന്റ് ആണ്, വേർഡിനകത്ത് ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന കണ്ടന്റ് ആണ്, പവർ പോയിന്റിനകത്ത് റീസെറ്റ് എന്ന് പറയുന്ന കണ്ടന്റ് ആണ്. ഇനി ഇൻക്രീസ് ഫോണ്ട് ഷോർട്ട് കട്ട് എന്താണ്? എളുപ്പമാണല്ലോ, ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ. കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ ഇൻക്രീസ്, ലെസ് ദാൻ ഡിക്രീസ്. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ ആണ് നമ്മളുടെ ഇൻക്രീസ് ഫോണ്ട്. ഓക്കെ, കൺട്രോൾ M എന്താ? ഇവിടെയും എന്താണ്? കൺട്രോൾ M പവർ പോയിന്റിന്റെ കാര്യമാണ് പറയണത്. എന്താണ്? ന്യൂ സ്ലൈഡ് ആണ് അല്ലേ. സോറി, അതെ, ന്യൂ സ്ലൈഡ് ആണ്. കൺട്രോൾ M. ഷിഫ്റ്റ് F7 തെസറസ് ആണ്. കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ ഇൻക്രീസ് ഫോണ്ട്, കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാനോ ഡിക്രീസ് ഫോണ്ട്. ക്ലിയർ അല്ലേ? കൺട്രോൾ M പുതിയ സ്ലൈഡ്, ഒരു ഏതാണോ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ, ആ പ്രസന്റേഷനകത്ത് പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ M എന്ന് പറയുന്നത്. ഷിഫ്റ്റ് F7 എന്താണ്? തെസറസ് ആണ്. ദെൻ എന്താണ്? സിനോണിം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ ഇൻക്രീസ് ഫോണ്ട്, കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ ഡിക്രീസ് ഫോണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫോണ്ട് എഫക്റ്റ് ആർ ദർ ഇൻ പവർ പോയിന്റ്? എത്ര ഫോണ്ട് എഫക്ട്സ് ഉണ്ട്? 7 എണ്ണേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 7 ഫോണ്ട് എഫക്റ്റുകൾ മാത്രമേ പവർ പോയിന്റിനകത്തുള്ളൂ. ദെൻ ഡീഫോൾട്ട് ഓഫ്സെറ്റ് വാല്യൂ ഫോർ സൂപ്പർ സ്ക്രിപ്റ്റ്. ഓക്കെ, സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ലൈൻ ഓഫ് ടെക്സ്റ്റിന് മുകളിലായിട്ട് എഴുതുന്ന കണ്ടന്റ് ആണ്. സോ നമ്മളുടെ ഡിഫോൾട്ട് ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 30 അഥവാ +30% ആണ്. ഡിഫോൾട്ട് ഓഫ്സെറ്റ് വാല്യൂ ഫോർ സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ലൈൻ ഓഫ് ടെക്സ്റ്റിന് താഴെ എഴുതുന്ന കണ്ടന്റ് ആണ് സബ്സ്ക്രിപ്റ്റ്. അപ്പോൾ സബ്സ്ക്രിപ്റ്റിന്റെ ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് -25% ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടതാണ്. സോ സൂപ്പർ സ്ക്രിപ്റ്റിന്റെ ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് +30യും എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റിന്റെ ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ +30യും സബ്സ്ക്രിപ്റ്റിന്റെ ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് -25% ആണ്. പെർസെൻറ്റേജിലാണ് പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, പെർസെൻറ്റേജിലാണ് പറയുന്നത്. +30 മുകളിൽ എഴുതുന്നതുകൊണ്ടാണ് പ്ലസ് വന്നത്. സോ +30 ആണ് വാല്യൂ എന്ന് ഓർത്തിരിക്കുക. സൂപ്പർ സ്ക്രിപ്റ്റിന് താഴെയാണ് എഴുതുന്നത് സബ്സ്ക്രിപ്റ്റ്, അതുകൊണ്ടാണ് മൈനസ് വന്നത്. -25 ആണ് ഓഫ്സെറ്റ്. പെർസെൻറ്റേജിലാണ് രണ്ടും പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയേ, ഹൗ മെനി ചേഞ്ച് കേസ് ഓപ്ഷൻസ് ആർ ദർ ഇൻ പവർ പോയിന്റ് 2007? ഏതൊക്കെയാണ്? 5 എണ്ണാണ്. ഏതൊക്കെയാണ് പറഞ്ഞേ? സെന്റൻസ് കേസ് ഉണ്ടല്ലോ, ലോവർ കേസ്, അപ്പർ കേസ്, സെന്റൻസ് കേസ്, ടോഗിൾ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. അല്ലേ, ഇത്രയല്ലേ ഓപ്ഷൻ വരണേ? ലോവർ കേസ്, അപ്പർ കേസ്, സെന്റൻസ് കേസ്, ടോഗിൾ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് അല്ലേ. അപ്പോൾ ഓരോന്നും എന്താണെന്നറിയാം. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പിടിച്ച് ലോവർ കേസ് ആക്കി മാറ്റും. അപ്പർ കേസ് ആണെങ്കിൽ സെലക്ട് ടെക്സ്റ്റിനെല്ലാം അപ്പർ കേസിലോട്ട് മാറ്റും. സെന്റൻസ് കേസ് ആണെങ്കിൽ സെന്റൻസ് റൂൾ വെച്ചിട്ട് അതിനെ അറേഞ്ച് ചെയ്യും. ടോഗിൾ കേസ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ അതിനെ സ്മോൾ ലെറ്റേഴ്സ് ആക്കും. സ്മോൾ ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റൽ, വൈസ് വേഴ്സ കൺവേർഷനാണ് ടോഗിൾ കേസിനകത്ത് വരിക. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിനകത്ത് ഡിഫറെൻറ്റ് വാക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരത്തിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ് ഈ ചേഞ്ച് കേസ് ഓപ്ഷൻസിനകത്തെ 5 എണ്ണം എന്ന് പറയുന്നത്. അപ്പം 5 എണ്ണം ഏതൊക്കെയാണ്? ലോവർ കേസ്, അപ്പർ കേസ്, സെന്റൻസ് കേസ്, ടോഗിൾ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡപ്പ് ചെയ്യുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഡാഷ് ചേഞ്ചസ് അപ്പർ കേസ് ക്യാരക്ടർ ഇൻ ടു ലോവർ കേസ് ആൻഡ് വൈസ് വേഴ്സ. നമ്മൾ പറഞ്ഞു എന്താണ് അപ്പർ കേസ് ക്യാരക്ടറിനെ ലോവർ കേസ് ആയിട്ട് തിരിച്ചും കൺവേർട്ട് ചെയ്യുന്നത് എന്താ? ടോഗിൾ കേസ് ആണ് അല്ലേ. ടോഗിൾ കേസ് ആണ്. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്പേസിംഗ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ഇൻ എ വേർഡ്. ഒരു വാക്കിനകത്തെ തന്നെ 2 ക്യാരക്ടറിൻ്റെ ഇടയിലുള്ള സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്നാ പറയുക? കേണിംഗ് എന്നാണ് പറയുക.
ഡിഫോൾട്ട് കേണിംഗ് +12 എബോവ് ആണ് നമ്മൾ കേണിംഗ് ചെയ്യാന്നൊക്കെ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കേണിംഗ് എന്ന് പറയുന്നത് ഒരു വാക്കിനകത്ത് തന്നെ രണ്ട് ക്യാരക്ടറിന് ഇൻ ബിറ്റ്വീൻ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുക. വളരെ റെയർ സിറ്റുവേഷനിലാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് ഫോർ ടൈറ്റിൽ സ്ലൈഡ്? ടൈറ്റിൽ സ്ലൈഡിൻ്റെ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. ദെൻ വാട്ട് ഈസ് ദ മാക്സിമം കോളം ദാറ്റ് ക്യാൻ ബി ആഡഡ് ഇൻ എ സ്ലൈഡ്? എന്താണ് മാക്സിമം കോളം ദാറ്റ് ക്യാൻ ബി ആഡഡ് ഇൻ എ സ്ലൈഡ്? എത്രയാണ് നമ്മൾ പറഞ്ഞു? 16 ആണ്. ഇനി ഡാഷ് ഈസ് യൂസ്ഡ് ടു കളർ ഇൻസൈഡ് എ ക്ലോസ്ഡ് ഷേപ്പ്. ക്ലോസ്ഡ് ഷേപ്പിന് ഇൻസൈഡ് നമുക്ക് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷേപ്പ് ഫില്ലാണ് യൂസ് ചെയ്യുക. ഇനി വെയിറ്റ് മീൻസ്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് എ ലൈൻ, തിക്നെസ് ഓഫ് എ ലൈൻ, അനിമേഷൻ ഇൻ എ ലൈൻ, നൺ ഓഫ് ദീസ്. ഏതാണ്? തിക്നെസ് ഓഫ് എ ലൈൻ ആണ് അല്ലേ? തിക്നെസ് ഓഫ് എ ലൈൻ ആണ്. മാക്സിമം ഔട്ട്ലൈൻ സൈസ് ഇൻ എ സ്ലൈഡ്. മാക്സിമം എത്രയാണ്? 455 പോയിന്റ് ആണ് മാക്സിമം സൈസ് വരുന്നത്. ബിവൽ, ഷാഡോ, ഗ്ലോ ആർ എക്സാമ്പിൾസ് ഫോർ എന്താണ്? ഷേപ്പ് എഫക്റ്റ്, ഷേപ്പ് എഫക്റ്റ് ആണ്. ഓക്കെ, ഷേപ്പ് എഫക്റ്റിന് എക്സാമ്പിൾ ആണ് ബിവൽ, ഷാഡോ, ഗ്ലോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്ലൈഡ് ഇൻ പവർ പോയിന്റ് ഇൻ പ്രസൻറ്റേഷൻ? പവർ പോയിന്റ് പ്രസൻറ്റേഷനകത്ത് ഫസ്റ്റ് സ്ലൈഡ് എപ്പോഴും എന്താണ്? ടൈറ്റിൽ സ്ലൈഡാണ് അല്ലേ? ടൈറ്റിൽ സ്ലൈഡാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തത് രണ്ടാമത്തെ സ്ലൈഡാണ് ടൈറ്റിൽ വിത്ത് കണ്ടന്റ് എന്ന് പറയുന്ന സ്ലൈഡ്. ഓക്കെ, ദെൻ അടുത്തത് വാട്ട് ഈസ് ദ സബ്സീക്വൻറ്റ് സ്ലൈഡ് ആഫ്റ്റർ ഫസ്റ്റ് സ്ലൈഡ് ഇൻ എ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ? പവർ പോയിന്റ് പ്രസൻറ്റേഷനകത്ത് ഫസ്റ്റ് സ്ലൈഡ് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് വരുന്ന സ്ലൈഡിൻ്റെ പേരെന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ടൈറ്റിൽ വിത്ത് കണ്ടന്റ് എന്നാണ് അല്ലേ? ടൈറ്റിൽ വിത്ത് കണ്ടന്റ്. ഇതിനടുത്തത് ഹൗ മെനി ടാബ് അലൈൻ ആർ അവൈലബിൾ ഇൻ പവർ പോയിന്റ്? ഓൾറെഡി പറഞ്ഞു എത്രയാണ്? എത്ര ടാബ് ഉണ്ട്? 5 എണ്ണാണ്. ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ഡെസിമൽ, ബാർ. ഓരോന്നിൻ്റെയും പ്രത്യേകതയും നമ്മൾ റിവൈസ് ചെയ്തു. ദ നമ്പർ ഓഫ് അലൈൻമെൻറ്റ്സ് ഇൻ പവർ പോയിന്റ് 2007 എത്രയാണ്? 4 എണ്ണാണ്. ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. ഓക്കെ, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ ആണ് 4 എണ്ണം. ഡിഫോൾട്ട് അലൈൻമെൻറ്റ് ഫോർ സെൻറ്റർ ടൈറ്റിൽ സ്ലൈഡ് എന്താണ്? സെൻറ്റർ ആണ്. ഓൾറെഡി നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡാഷ് അലൈൻമെൻറ്റ് ഗീവ് എ ക്ലീൻ ലുക്ക് ബൈ അറേഞ്ചിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ വിത്ത് ആൻ ഈക്വൽ സ്പേസസ്. എന്താണ്? ക്ലീൻ ലുക്കാണ്. ഏതാ? ജസ്റ്റിഫൈ അല്ലേ? ജസ്റ്റിഫൈ അല്ലേ ക്ലീൻ ലുക്ക് തരണേ. ഇതിനടുത്തത് ഹൗ മെനി ഇൻഡന്റ് ഇസ് അവൈലബിൾ ഇൻ പവർ പോയിന്റ് 2007? എത്ര ഇൻഡന്റ് ഉണ്ട്? ലെഫ്റ്റ് 4 എണ്ണം. ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, ഫസ്റ്റ് ലൈൻ, ഹാങ്ങിങ് അല്ലേ? ക്ലിയർ അല്ലേ? ഫസ്റ്റ് ലൈനിനെ മാത്രം കൺട്രോൾ ചെയ്യുന്നത് ഫസ്റ്റ് ലൈൻ ഒഴികെയുള്ളതിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ഹാങ്ങിങ്. അപ്പോൾ 4 ഇൻഡന്റ് ആണുള്ളത്. ഓക്കെ, ദെൻ ദ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ മാർജിൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ്. മാർജിനും സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫിനും ഇൻ ബിറ്റ്വീൻ ഉള്ള സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻഡൻറ്റേഷൻ എന്ന് പറയുക. 4 ഇൻഡന്റ് ആണ് നമുക്കുള്ളത്. ദെൻ നമ്പർ ഓഫ് ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ഇൻ പവർ പോയിന്റ്. ഏതാണ്? ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് എത്ര എണ്ണം ഉണ്ട്? അതും 5 എന്നാണ്. എന്തൊക്കെയാണ്? സിംഗിൾ, 1.5, പിന്നെന്താണ്? ഡബിൾ, മൾട്ടിപ്പിൾ, എക്സാക്ട്ലി അല്ലേ? സിംഗിൾ, 1.5, ഡബിൾ, മൾട്ടിപ്പിൾ, എക്സാക്ട്ലി 5 എണ്ണം അല്ലേ? ഓക്കെ, ദെൻ അടുത്തത് ഡാഷ് അറേഞ്ച് ദ ഓറിയൻറ്റേഷൻ ഓഫ് എ ടെക്സ്റ്റ് ഇൻ ടു വെർട്ടിക്കൽ, സ്റ്റാക്ക്, എക്സെട്ര. വെർട്ടിക്കൽ രീതിയിലോ സ്റ്റാക്ക്ഡ് രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എന്താണ്? ഇത് ഇവിടെ വരേണ്ടത് ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ് ആൻസർ കേട്ടോ. ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. പവർ പോയിന്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. സോ ഡാഷ് അറേഞ്ചസ് ദ ഓറിയൻറ്റേഷൻ ഓഫ് എ ടെക്സ്റ്റ് ടു വെർട്ടിക്കൽ, സ്റ്റാക്ക്ഡ്, എക്സെട്ര ഓർ ഇൻ പവർ പോയിന്റ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇൻ പവർ പോയിന്റ് ഡാഷ് അറേഞ്ചസ് ദ ഓറിയൻറ്റേഷൻ ഓഫ് എ ടെക്സ്റ്റ് ടു വെർട്ടിക്കൽ, സ്റ്റാക്ക്ഡ്, എക്സെട്ര. ഓറിയൻറ്റേഷൻ, മെർജ് ആൻഡ് സെൻറ്റർ, അലൈൻ, നൺ. ഏതാണ്? ഇതൊന്നുമല്ല. നൺ ഓഫ് ദീസ് ആണ് നമ്മളുടെ ആൻസർ വരിക. കാരണം എന്താണ്? ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ് ഇവിടെ സ്റ്റാക്ക്ഡ് രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അല്ലേ? ദെൻ അടുത്തത് ഹൗ മെനി സ്മാർട്ട് ആർട്ട് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഇൻ പവർ പോയിന്റ് 2007? എത്ര എണ്ണാണ്? 7 എണ്ണാണ് അല്ലേ? ഓക്കെ, അപ്പോൾ 7 എണ്ണാണുള്ളത്. സ്മാർട്ട് ആർട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്ന 7 എണ്ണമാണ്. ഏതൊക്കെയാണ്? ലിസ്റ്റ്, പ്രോസസ്സ്, സൈക്കിൾ, ഹൈറാർക്കി, മെട്രിക്സ്, പിരമിഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, സ്മാർട്ട് ആർട്ട് ഓപ്ഷൻസ് 7 എണ്ണമാണ്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ മാക്സിമം നമ്പർ ഓഫ് കോളം ദാറ്റ് ക്യാൻ ബി ആഡഡ് ഇൻ എ പവർ പോയിന്റ് 2007? മാക്സിമം എത്രയാണ്? 16. മിനിമം സ്പേസിംഗ് ഇൻ എ കോളം എന്താണ്? മിനിമം സ്പേസിംഗ് ബിറ്റ്വീൻ കോളം എത്രയാണ്? 0 ഇഞ്ചാണ്. മാക്സിമം സ്പേസിംഗ് എത്രയാണ്? 16 ഇഞ്ചാണ്. ഓക്കെ,
അപ്പോൾ മിനിമം കോളം 1 ആണ്, മാക്സിമം കോളം 16 ആണ്. മിനിമം സ്പേസിങ് ബിറ്റ്വീൻ കോളം 0 ഇഞ്ചാണ്, മാക്സിമം സ്പേസിങ് ബിറ്റ്വീൻ കോളം 16 ഇഞ്ചസ് ആണ് അണ്ടർ ഡീഫോൾട്ട് കണ്ടീഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഇന്ന് നമ്മൾ പവർ പോയിന്റിനകത്തെ പാരഗ്രാഫ് ഗ്രൂപ്പ്, ഡ്രോയിങ് ഗ്രൂപ്പ്, പിന്നെന്താണ് അവിടെ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.